കെണിയിൽ പെട്ടുപോയി. പിന്നെ എന്തായിരുന്നു ഇവിടെ ബഹളം എന്നറിയോ? ഒഴിച്ചൊഴിച്ച് കൊടുത്തോണ്ടിരുന്നപ്പോ അയാൾ എടുത്തങ്ങ് കുടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ കയ്യിൽ നിന്ന് പോയി. ബോധം വരാൻ വേണ്ടി ഞങ്ങൾ കുറെ കാത്തു. അത് കഴിഞ്ഞപ്പോഴാ സൂര്യ അങ്ങേരും കൂട്ടി വീട്ടിലേക്ക് പോയത്. ആ, ഇനി സൂര്യ സാറിനെ കുടിപ്പിക്കാൻ അയാൾ വരില്ല, അത് ഉറപ്പായി. എന്റെ പൊന്ന് നന്ദിനി, ഇനി ഇതുപോലുള്ള കുഴപ്പം പിടിച്ച കാര്യങ്ങളൊന്നും എന്നെ ഏൽപ്പിക്കല്ലേ. ഞാൻ പെട്ടുപോകും. ആ, അതൊന്നും പറഞ്ഞാ പറ്റില്ല. സൂര്യ സാർ കൂടി നിർത്തുന്നത് വരെ നമ്മൾ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കും. ഓ, സൂര്യ സാർ ഇപ്പൊ ശരിക്കും നല്ല ടെൻഷനിലാ. മിക്കവാറും ഇന്നത്തോടെ സാറിനി മദ്യം തൊടുന്നില്ല എന്ന് തീരുമാനിക്കും. ആ, അങ്ങനെ അഹങ്കരിക്കണ്ട. ഒരു മദ്യപാനെ തോൽപ്പിക്കാനേ അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും സാധിക്കില്ല. ഇങ്ങോട്ടാ. അതൊക്കെ ഇങ്ങനെ വെറുതെ പറയുന്നതാ. നീ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പൊയ്ക്കോ. ആരതി, 2 ദിവസമായി സൂര്യ സാർ കുടിച്ചിട്ട്. ആ മെഡിക്കിന്റെ ക്രെഡിറ്റ് നിനക്കല്ലാതെ വേറെ ആർക്കും കൊടുക്കില്ല. ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതല് ഏട്ടനെ മദ്യപിക്കാതെ കണ്ടിട്ടേ ഇല്ല. ആ, പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. എന്താ? നിനക്കറിയാവുന്ന രീതിയിൽ കുടിച്ചാലല്ലേ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നീ അറിയാതെ ഏട്ടൻ പുറത്തുപോയി കുടിച്ചാലോ? അപ്പൊ ലഹരി കയറില്ലേ? ഏട്ടന് കുഴപ്പമൊന്നുമില്ലെന്ന് ഏട്ടൻ തിരിച്ചറിയില്ലേ? ആ, അത് ശരിയാ. അതിനിപ്പോ എന്ത് ചെയ്യും? ഒരു പണിയുണ്ട്. ഈ നാട്ടുവൈദ്യന്മാരുടെ അടുത്തൊക്കെ ചില മരുന്നുണ്ട്. അത് മദ്യപാനി അറിയാതെ അവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ ചെന്നാൽ പതുക്കെ പതുക്കെ മദ്യത്തിനോടുള്ള അഡിക്ഷൻ പൂർണ്ണമായിട്ടങ്ങ് മാറും. അതൊക്കെ അവന്മാര് വെറുതെ പരസ്യത്തിന് വേണ്ടി പറയുന്ന. അങ്ങനെ മരുന്നൊന്നുമില്ല. ഉണ്ട് നന്ദിനി, വിവേകട്ടൻ വെറുതെ പറയുന്നതാ. നീ ആ മരുന്നിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കേ, എന്നിട്ട് നമുക്കത് പോയി വാങ്ങാം. ആരതി, നമുക്ക് വിവേകിന്റെ കുടി കൂടി നിർത്തിയാലോ? എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടെ വേറൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? മദ്യപാനി അറിയാതെ കലക്കി കൊടുക്കണമല്ലോ, പാലിലോ ജ്യൂസിലോ. പക്ഷെ ഇവിടെ ഒരുത്തന് അങ്ങനെ എന്തെങ്കിലും എടുത്ത് കയ്യിൽ കൊടുത്താ നേർപകുതി എന്നെ കൊണ്ട് കുടിപ്പിക്കും. എന്താ ഭാര്യയോടുള്ള പ്രേമം! നന്ദിനി, ഭാര്യയെ സ്നേഹിക്കുന്നതും കുറ്റമാണോ?